മാധ്യമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. 11 കോൺഗ്രസ് MLA കാലുവാരി BJPക്ക് 2 MP രാജ്യസഭയിൽ സംഭാവന ചെയ്ത കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ അതിന്റെ മിഴിവോടെയും മികവോടെയും റിപ്പോർട്ട് ചെയ്തു. ഇപ്പൊ കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്. ഏത് സംസ്ഥാനമാണ്? അതേ ദിവസം അസം. അല്ലേ? കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അസം അല്ലേ? അസാമിൽ കഴിഞ്ഞ ദിവസം 2 സംഭവവാസങ്ങൾ നടന്നു. അതുകൂടെ പറഞ്ഞ 2 സംഭവവാസങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടു. ഞാൻ ബുദ്ധിമുട്ടിക്കണില്ല. കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഭൂപൻ ബോറ BJP ചേർന്നു. നമ്മുടെ K. സുധാകരന്റെ അതേ സ്ഥാനം അലങ്കരിക്കുന്നതാണ്. മുൻ PCC പ്രസിഡന്റ്. ഒരു മടിയുണ്ടായില്ല. K. സുധാകരനോടല്ലേ പറയണത്, വേണമെങ്കിൽ ഞാൻ BJP-ക്കാർ പറഞ്ഞിട്ടുണ്ട് മൂപ്പറോട്, നിങ്ങൾ സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കിക്കോളൂ, കുറെ കോൺഗ്രസ്സുകാരെ കൂടെ കൂട്ടിക്കോളൂ, എന്നിട്ട് നമുക്ക് തമ്മിലൊരു സഖ്യം ഉണ്ടാക്കാം. അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ സുധാകരന്റെ ക്യാമ്പിൽ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടി. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അവിടെ കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കുന്ന ഗഗോയിയേക്കാളും എത്രയോ മുതിർന്നൊരു നേതാവായിട്ടുള്ള ഭൂപൻ ബോറ ഒരു സങ്കോചവുമില്ലാതെ BJP ചേർന്നു. അവിടെ ഭരിക്കുന്ന ഹെമന്ത് ബിശ്വ ശർമ്മ എന്ന് പറഞ്ഞ ആള് പഴയ കോൺഗ്രസ് നേതാവ്. അത് വേറെ കാര്യം. കോൺഗ്രസ് സംഭാവന ചെയ്തൊരു മുഖ്യമന്ത്രിയാണ്. കുറെ നേതാക്കന്മാരെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പാർലമെന്റിലൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ഇത് കോൺഗ്രസ് ആണോ BJP ആണോ എന്ന് മനസ്സിലാവില്ല. കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരല്ലേ ഇപ്പൊ BJP. ജ്യോതിരാദിത്യ സിന്ധ്യ രാഹുൽ ഗാന്ധിയുടെ വലങ്കയ്യായിരുന്നു. ഇരട്ടമറ്റ മക്കളെ പോലെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അവിടെ BJP ബെഞ്ചിലാണ്. ഒരു രവനീത് വിട്ടുകൊണ്ട് നമ്മുടെ KC വേണുഗോപാൽ രാജ്യസഭാ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തിട്ട് രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന് മന്ത്രിയാക്കി ഒരു വിദ്വാനുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പം BJP-യുടെ ഭാഗത്താണ്. അസമിൽ ഒരാളും കൂടി കഴിഞ്ഞ ദിവസം പ്രദ്യുത് ബോർഡോയി എന്ന് പറഞ്ഞു. കേരളത്തിലെ പത്രങ്ങൾ വേണ്ട രീതിയിൽ കൊടുത്തില്ല. പ്രദ്യുത് ബോർഡോയി എന്ന് പറഞ്ഞാല് ഈ ഭൂപൻ ബോറയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. അസമിൽ നിന്നുള്ള 3 ലോകസഭാ അംഗങ്ങളിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പ്രദ്യുത് ബോർഡോയി അദ്ദേഹം കേരളത്തിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. നമുക്ക് ബീഹാറിൽ ഒരു MLA ഉണ്ട്, CPM, ഇടതുപക്ഷത്തിന്റെ CPML-ന്റെയും ഐയുടെയും ഒറ്റക്കെട്ടോടെ RJD-യുടെ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ അണിനിരത്തി. AD സിംഗ് എന്നുള്ള എന്റെ ഒരു സുഹൃത്തായിട്ട് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന, വിരമിച്ചപ്പോൾ വീണ്ടും മത്സരിച്ചു. നമ്മുടെ OWൈസിയുടെ AM-ഉം അവരുടെ 5 MLA-മാരുടെ പിന്തുണ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു MPയെ ജയിപ്പിക്കാനുള്ള വോട്ട് ബീഹാറിൽ. എന്താ സംഭവിച്ചത്? 3 കോൺഗ്രസ് MLA-മാർ കാലം മാറി. 20 കോടി വീട്ടിൽ കൊണ്ട് കൊടുത്തു എന്ന് BJP-ക്കാർ പറയുന്നു. നമ്മുടെ ഇളയ സഹോദരി 20 കോടി വെച്ച് പൂജ്യം എണ്ണി നോക്കുക. പൂജ്യം എണ്ണി നോക്കുന്നത് നമുക്കൊന്നും എണ്ണാൻ പറ്റില്ല. ഒറീസയില് നമുക്കൊരു MLA ഉള്ളൂ. കൃത്യമായിട്ട് നമ്മൾ വിചാരിച്ച സ്ഥാനാർത്ഥി കൊടുത്തു. അവിടെ 3 കോൺഗ്രസ് MLA-മാർ. ഹരിയാനയില് എളുപ്പത്തിൽ ജയിച്ചു കയറുന്ന സീറ്റില് എത്ര പേരാണ്? 5 കോൺഗ്രസ് MLA-മാര് കാലുവാണ്. അങ്ങനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 11
കോൺഗ്രസ് MLA-മാര് പരുന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ബീഹാറിൽ ആകെ 6 കോൺഗ്രസ് MLA-മാരാ ഉള്ളതിൽ 3 പേരാണ് അപ്പുറത്തേക്ക് പറയുന്നത്. പാതി. ഇതൊക്കെ കേരളത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ ഒരു ചുവരെഴുത്താണ്. നമ്മൾ വായിക്കണം. ഇവിടെയുള്ള പത്രക്കാരൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഇപ്പൊ എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നെ ഒരിക്കലും അങ്ങനെ പരിചയപ്പെടുത്തി. ഇപ്പൊ പത്രക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം മാപ്ര എന്ന് വിളിച്ച് പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം ഒന്നും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കല. കൈലിക്കാരൊക്കെ നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. മാധ്യമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. 11 കോൺഗ്രസ് MLA-മാര് കാലുവാരി BJPക്ക് 2 MP-മാരെ രാജ്യസഭയിൽ സംഭാവന ചെയ്ത കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ അതിന്റെ മികവോടെയും റിപ്പോർട്ട് ചെയ്തു. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു പറഞ്ഞു, BJPയും CPM-ഉം തമ്മിൽ. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഞാൻ മറുപടി കൊടുത്തു. രാഹുൽ ഗാന്ധിയുടെ വലങ്കയായിട്ടുള്ള ജയറാം രമേശോട് ചോദിച്ചു, എടോ താൻ ആദ്യമായിട്ട് മന്ത്രിയായത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കോൺഗ്രസിന് നൽകിയ പിന്തുണയുടെ പിൻബലത്തിലല്ലേ? 2004 കോൺഗ്രസുകാരെ തോൽപ്പിച്ച 63 MP-മാരുമായി നമ്മൾ ലോക്സഭയിലേക്ക് പോയ സമയത്ത് BJP അധികാരത്തിലേക്ക് വരുന്നതിന്റെ ഒരു ലാഞ്ചന നമ്മൾ കണ്ടു. ഇടതുപക്ഷം പറഞ്ഞു, ഞങ്ങൾ തോൽപ്പിച്ചത് കോൺഗ്രസുകാരെയാണ്. പക്ഷേ കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് തൽക്കാലം ഞങ്ങൾ മാറ്റിവെക്കാം. ഈ വർഗീയ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് നിരുപാധികം പിന്തുണ ഞങ്ങൾ നൽകുന്നു. 63 ഇടതുപക്ഷ MP-മാരുടെ പിൻബലത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് രൂപീകരിച്ചത്. ഒരു ഗ്യാസ് കണക്ഷൻ പ്രതിഫലമായി നമ്മൾ തിരിച്ചു ചോദിച്ചു. അന്നത്തെ കാലത്തൊക്കെ ഗ്യാസ് MP കോട്ട, മന്ത്രി കോട്ട എന്ന് പറഞ്ഞ് കൂപ്പണിൽ കൊടുക്കുകയാണ് ഇല്ലേ? 63 MP-മാരെ ഒരു താലത്തിൽ വെച്ച് മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് കൊടുത്തപ്പോൾ ഒരൊറ്റ കാര്യമേ ഞങ്ങൾ പറഞ്ഞു, ഈ വർഗീയതയുമായി നിങ്ങൾ ഒരിക്കലും സന്ധി ചെയ്യരുത്. മഹാത്മാഗാന്ധിയെ ഈ രാജ്യത്ത് നിന്ന് ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്ത ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ആയിരിക്കണം ഞങ്ങളുടെ പിന്തുണയും പിൻബലവും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. ഇടതുപക്ഷത്തോട് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാരുണ്യവും കനിവും കാണിക്കേണ്ടതില്ല. നിങ്ങൾ ഞങ്ങളോട് പോരാടിക്കോളൂ. കേരളത്തില്, ബംഗാളില് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം വേണ്ട. എന്തിനേറെ ഒരു നോമിനേറ്റഡ് MP-യെ പോലും നമ്മുടെ പാർട്ടി ചോദിച്ചില്ല. നമ്മൾ പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രപതി കിട്ടില്ലായിരുന്നു, ഉപരാഷ്ട്രപതി കിട്ടില്ലായിരുന്നു, വേണമെങ്കിൽ എത്ര കേന്ദ്രമന്ത്രി പദം ഇടതുപക്ഷത്തിന് കിട്ടുമായിരുന്നു. ഒന്നും ചോദിച്ചില്ല. നിസ്വാർത്ഥമായി ഇടതുപക്ഷം നമ്മുടെ പിൻബലം കോൺഗ്രസ് നൽകിയത് എന്തിനു വേണ്ടിയായിരുന്നു? BJP അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി. പക്ഷേ BJP-യുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആ സന്ധി ചെയ്യൽ അന്നു മുതൽ കോൺഗ്രസ് അനുസ്യൂതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇന്നും കേരളത്തിലും കേരളത്തിന് വെളിയിലേക്ക് നമ്മൾ കണ്ടുനട്ടാൽ ഈ സന്ധി ചെയ്യലിന്റെ പുത്തൻ ഉദാഹരണങ്ങളാണ് ഓരോ ദിവസവും അനാവരണം ചെയ്യപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എങ്ങനെയാണ് 2 MP-മാരെ കൂടി BJPക്ക് കോൺഗ്രസ് MLA-മാർ പ്രദാനം ചെയ്തതും, അസമിൽ 2 പ്രമുഖ നേതാക്കൾ BJP-യിലേക്ക് ചേക്കേറിയതിനെ കുറിച്ചും, നിരവധി കോൺഗ്രസ് നേതാക്കൾ ഒരു കാല് BJP-യിലേക്ക് കേരളത്തിലിരിക്കുന്നതിനെ കുറിച്ചും ഞാൻ സ്പഷ്ടമായി സൂചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു.